വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റ് ആയ ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സിന്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമ്മള് ദ സ്റ്റോൺ സൂപ്പ് എന്നുള്ള സ്റ്റോറി പഠിച്ചു. അത് കാണാത്തവർക്കായി മുകളിൽ ഐ ബട്ടണായിട്ട് സ്റ്റോറി കൊടുത്തേക്കാം. അത് ഫുൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോയാലോ. ആക്ടിവിറ്റി 1, മാച്ച് ദ ഫോളോയിങ്. ഡ്രോ ലൈൻസ് ടു മാച്ച് ദ ക്യാരക്ടേഴ്സ് വിത്ത് ദെയർ ആക്ഷൻ ഫ്രം ദ സ്റ്റോറി. നമ്മുടെ സ്റ്റോൺ സൂപ്പ് എന്ന് പറയുന്ന കഥയിലെ ചില ആക്ഷൻസും അത് പറഞ്ഞ ക്യാരക്ടേഴ്സിനെയും തന്നിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് ലൈൻ ഉപയോഗിച്ച് നമുക്ക് വരച്ചു ചേർക്കാം. ആദ്യം തന്നിരിക്കുന്നത് ആഡഡ് ക്യാരറ്റ്സ് എന്നാണ്. ക്യാരറ്റ് ആഡ് ചെയ്ത ആരാണ്? ആ യങ് ലേഡിയാണ്. അപ്പൊ അതിലോട്ട് വരച്ചു ചേർക്കണം. രണ്ടാമത്തത് പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദ പോട്ട്. കലത്തിലേക്ക് കല്ലിട്ടത് ആരാണ്? ആ സഞ്ചാരിയാണ് അല്ലേ, ട്രാവലർ. അതിലേക്ക് വരച്ചു ചേർക്കണം. ബ്രോഡ് ചിക്കൻ കൊണ്ടുവന്നത് ആരാണ്? ആ ഓൾഡ് മാൻ ആണല്ലേ, ഫാർമർ, കർഷകൻ. അപ്പൊ അതിലേക്ക് വരച്ചു ചേർക്കണം. നെക്സ്റ്റ് പുട്ട് ദ പോട്ട് ഓൺ ദ ഫയർ. തീ കൂട്ടി അതിലേക്ക് കലം വെച്ചതാരാണ്? നമ്മുടെ ഓൾഡ് വുമൺ. അപ്പൊ ഓൾഡ് വുമണിലേക്ക് അത് വരച്ച് ചേർത്ത് കൊടുക്കണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ, ദ ട്രാവലർ സെഡ്. സൂപ്പ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത്ര ടേസ്റ്റിയാണ്, രുചികരമാണ് എന്നാണ് പറയുന്നത് അല്ലെ. Read the expression underlined. Complete the following using the correct words from the box. താഴെ 5 സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗം നമുക്ക് പൂരിപ്പിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. ഓരോ സെന്റൻസിലും ബോക്സിലായിട്ട് കുറച്ച് വേർഡുകൾ തന്നിട്ടുണ്ട്. ആ വേർഡുകൾ അനുയോജ്യമായ രീതിയിൽ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ഡാഷ് ആസ് എ ജിറാഫ്. അവിടെ എന്തെഴുതണം? ടോൾ എന്നെഴുതണം. സർക്കസിലെ മനുഷ്യൻ ജിറാഫിനെ പോലെ ഉയരമുള്ളവനായിരുന്നു. സെക്കൻഡ്, ദ ടീച്ചർ ഈസ് ആസ് ഡാഷ് ആസ് എ ബി. അവിടെ ബിസി എന്ന് എഴുതണം. ടീച്ചർ ഒരു തേനീച്ചയെ പോലെ തിരക്ക് ആയിരുന്നു. തേർഡ് വൺ, ദ വാട്ടർ ഫ്രം ദ വാട്ടർഫാൾ ഈസ് ആസ് ഡാഷ് ആസ് ക്രിസ്റ്റൽ. ക്ലിയർ എന്ന് എഴുതണം. വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഒരു ക്രിസ്റ്റൽ പോലെ തെളിഞ്ഞതായിരുന്നു. 4, ഫോർത്ത് വൺ, ദ കേക്ക് ഈസ് ആസ് ഡാഷ് ആസ് ഐസ്. അവിടെ കോൾഡ് എന്ന് എഴുതണം. കേക്ക് എന്തിനെ പോലെ? ഐസിനെ പോലെ തണുത്തതായിരുന്നു. ഫിഫ്ത്ത് വൺ, ദ ടോർട്ടോയ്സ് ഈസ് ആസ് ഡാഷ് ആസ് എ സ്നെയിൽ. അവിടെ ഡാഷിന്റെ അവിടെ എന്തെഴുതണം? സ്ലോ. ആമ ഒരു ഒച്ചിനെ പോലെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. റീഡ് ദ ഫോളോയിങ് പാസേജ്. റീറൈറ്റ് ദ പാസേജ് യൂസിങ് അതർ വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഫോർ ദ അണ്ടർലൈൻഡ് വൺസ്. താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിന് പകരം ടെക്സ്റ്റ് ബുക്കിലെ ദ സ്റ്റോൺ സൂപ്പ് എന്ന കഥയിൽ നിന്നുള്ള വാക്ക് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിച്ചാലോ. വൺ ഡേ എ ട്രാവലർ അറൈവ്ഡ് അറ്റ് എ വില്ലേജ്. അതിന് പകരം റീച്ച്ഡ് എന്ന് എഴുതാം. He was very tired. അതിന് പകരം exhausted എന്ന് എഴുതാം. After the long journey, he made stone soup with the help of an old woman and the villagers. The soup was delicious. Delicious-ന് പകരം tasty എന്ന് എഴുതാം. They enjoyed the soup. One of the villagers asked the traveler for such a stone. Then the traveler said that ഇറ്റ് ഈസ് ജസ്റ്റ് എ നോർമൽ സ്റ്റോൺ. നോർമലിന് പകരം അവിടെ ഓർഡിനറി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ആ പാസേജ് ഒന്ന് റീറൈറ്റ് ചെയ്യാം. വൺ ഡേ എ ട്രാവലർ റീച്ച്ഡ് അറ്റ് എ വില്ലേജ്. ഹി വാസ് എക്സ്ഹോസ്റ്റഡ് ആഫ്റ്റർ ദ ലോങ് ജേർണി. ഹി മെയ്ഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓൾഡ് വുമൺ ആൻഡ് ദ വില്ലേജേഴ്സ്. The soup was tasty. They enjoyed the soup. One of the villagers asked the traveler for such a stone. Then the traveler said that it is just a ordinary stone. Okay, എഴുതുമല്ലോ. ആക്ടിവിറ്റി 4. ഇറ്റ് സ്മെൽസ് ഗുഡ്. ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. എന്ത് ഇതൊക്കെയാണ്? ഇറ്റ് സ്മെൽ, ഇത് നല്ല മണവുമാണ്, ഇതിന് നല്ല രുചിയുമാണ്. അത് തമ്മിൽ ആൻഡ് എന്ന ജോയിനിങ് വേർഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഹിയർ ആൻഡ് ഈസ് എ ജോയിനിങ് വേർഡ്. കമ്പൈൻ ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് ആൻഡ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളും ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ്, ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം? ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ് ഫ്രം മൈ ഗാർഡൻ അല്ലേ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ആ യങ് ലേഡിയാണ്. നമ്മൾ സ്റ്റോറിയിൽ വായിച്ചതാണ്. ഞാൻ പോയി എന്റെ തോട്ടത്തിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് കൊണ്ടുവരാം അല്ലേ. Second, a young traveler had been walking all the day. He reached a small village.
അതെങ്ങനെ നമുക്ക് ആൻഡ് വെച്ച് കണക്ട് ചെയ്യാം? എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ ആൻഡ് ഹി റീച്ച്ഡ് എ സ്മോൾ വില്ലേജ്. എഴുതുമല്ലോ. മീനിങ് എന്താണ്? ഒരു യുവസഞ്ചാരി ദിവസം മുഴുവൻ നടന്ന് അവസാനം ഒരു ചെറിയ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു അല്ലേ? അടുത്തത് നോക്കാം. 3. The soup is delicious. The soup is fulfilling. അപ്പൊ നമുക്ക് എങ്ങനെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യാം? The soup is delicious and fulfilling. 4th one, he drank the soup. He continued his journey. അപ്പൊ എങ്ങനെ എഴുതാം? He drank the soup and continued his journey. സൂപ്പ് കുടിച്ചതിന് ശേഷം അയാൾ യാത്ര തുടർന്നു അല്ലേ? 5th one, he was very hungry. He was exhausted. നമുക്ക് എങ്ങനെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യാം? He was very hungry and exhausted. അയാൾക്ക് നല്ല വിശപ്പും ക്ഷീണവും ഉണ്ടായിരുന്നു. ആക്ടിവിറ്റി 5, റീഡ് ആൻഡ് എൻജോയ്. വായിക്കൂ, ആസ്വദിക്കൂ എന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്. റീഡ് ദ സ്റ്റോറി ഓഫ് ഹന്ന ഫൺ സമ്മർ അഡ്വഞ്ചർ വിത്ത് ചെറീസ്. ചെറികൾക്കൊപ്പമുള്ള ഹന്നയുടെ വേനൽക്കാലത്തെ സാഹസികതയുടെ കഥ വായിക്കുക. വൺ സമ്മർ ഡേ ഹന്ന വാസ് പ്ലേയിങ് ഹെർ റൂം. ഒരു സമ്മർ ഡേയില് ഹന്ന അവളുടെ റൂമിൽ കളിക്കുകയായിരുന്നു. ഹെർ ഫാദർ കെയിം ഹോം വിത്ത് എ കാർ ഫുൾ ഓഫ് ചെറീസ്. ചെറിയ അവിടെ പിക്ചർ കൊടുത്തിട്ടില്ലേ? ആ പിക്ചർ നമുക്ക് ചെറീസ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് ചെയ്തു? അവളുടെ അച്ഛൻ കാർ നിറയെ എന്ത് കൊണ്ടുവന്നു? ചെറീസ് കൊണ്ടുവന്നു. ഹന്നാസ് പാരന്റ്സ് ടുക്ക് ദ ചെറീസ് ഔട്ട് ഓഫ് ദ കാർ ആൻഡ് പുട്ട് ദം ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് എന്ന് എഴുതാം നമുക്കവിടെ. അപ്പോൾ ഹന്നയുടെ രക്ഷകർത്താക്കൾ എന്ത് ചെയ്തു? ആ കാറിൽ നിന്നും ചെറി എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചു. ഫ്രിഡ്ജിന് പകരം നമുക്ക് റെഫ്രിജറേറ്റർ എന്ന് എഴുതാം കേട്ടോ. ഹന്ന ഡിസൈഡഡ് ടു ബിൽഡ് എ ബിഗ് ഹൗസ് ബൈ പുട്ടിംഗ് ദ ചെറീസ് ടുഗദർ ഓൺ ദ ഫ്ലോർ. ഹന്ന എന്ത് തീരുമാനിച്ചു? ആ ചെറീസ് വെച്ചൊരു വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചു തറയിൽ. Then she took 2 cherries and made 2 earrings for herself. അതിൽ നിന്നും 2 ചെറി എടുത്ത് അവള് കാതിലിടാൻ കമ്മല് ഉണ്ടാക്കി. He saw a plant by the window. She brought the cherries and hung them on its leaves. അവിടെ വിൻഡോയിൽ ജനാലയിലിരുന്ന പ്ലാന്റിൽ ചെടിയിലായിട്ട് അവൾ എന്ത് ചെയ്തു? ആ ചെറീസ് കൊണ്ടുപോയി തൂക്കിയിട്ടു. The plant was so beautiful that Hannah brought a camera to take a photo. ആ പ്ലാന്റ് വളരെ മനോഹരമായിട്ട് കാണപ്പെട്ടു. അതുകൊണ്ട് ഹന്ന വിചാരിച്ചു ആ ക്യാമറ വെച്ചൊരു ഫോട്ടോ എടുക്കാമെന്ന്. ഹന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ദ ചെറീസ് ടു ഓൾ ഹെർ നെയ്ബേഴ്സ്. ഹന്ന അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിപ്പഴങ്ങൾ അടുത്തുള്ള അയൽക്കാർക്ക് നെയ്ബേഴ്സിന് കൊടുത്തു. The neighbors gifted different fruits to Hannah. അതിന് പകരമായിട്ട് അയൽക്കാർ അവൾക്ക് ഗിഫ്റ്റായിട്ട് എന്ത് കൊടുത്തു? കുറച്ച് ഫ്രൂട്ട്സുകൾ കൊടുത്തു. Now Hannah's fridge was full of different delicious fruit. ഇപ്പോൾ ഹന്നയുടെ ഫ്രിഡ്ജ് പലതരത്തിലുള്ള രുചികരമായ പഴങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കഥ വായിക്കുമ്പോൾ അവിടെ തന്നിരിക്കുന്ന പിക്ചറിന് പകരം ആ പിക്ചർ എന്താണോ അത് അവിടെ വേർഡായിട്ട് വായിക്കണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. I have a chicken, said an old farmer. Now look at the pictures below. ചിക്കൻ എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ആ കർഷകനാണല്ലേ. ഇനി അവിടെ ബൈസൈക്കിളിലായിട്ട് ഒരു കുട്ടി ഇരിപ്പുണ്ട്. ഐ ആം നിത, ഐ ഹാവ് എ ട്രൈസൈക്കിൾ. എൻ്റെ പേര് നിതയാണ്, എനിക്ക് ട്രൈസൈക്കിൾ 3 ചക്രമുള്ള സൈക്കിൾ ഉണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ ആ കുട്ടി പറയുന്നുണ്ട്, ദിസ് ഈസ് മൈ ഫ്രണ്ട് മിയ, ഷീ ഹാസ് എ പപ്പി. ഇത് എൻ്റെ ഫ്രണ്ടാണ്, പേര് മിയ എന്നാണ്, അതൊരു നായ്ക്കുട്ടിയാണ്, അവളൊരു നായ്ക്കുട്ടിയാണ് എന്ന് ആ കുട്ടി പറയുന്നു. ദിസ് ഈസ് പാൽ, ഹി ഹാസ് എ ക്യാമറ. ഇത് പാലാണ്, അവന് ഒരു ക്യാമറ ഉണ്ട്. അടുത്ത ചിത്രം നോക്കിയേ, വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ കൂട്ടുകാരാണ്. വി ഹാവ് ഫ്ലവേഴ്സ്, ഞങ്ങൾക്ക് പൂക്കൾ ഉണ്ട്. അടുത്ത ചിത്രം നോക്കൂ, ദേ ആർ കസിൻസ്, they have books in their hands. അവർ കസിൻസ് ആണ്, അവരുടെ കയ്യിൽ എന്തുണ്ട്? ബുക്സ് ഉണ്ട്, പുസ്തകങ്ങളുണ്ട്. ഇനി ഹാവ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഐ യു ദേവി, അയ്യോ ദേവി എന്ന് പഠിച്ചാൽ മതി. ഇനി ഡാഷ് ആൻഡ് ഡാഷ്, ഡാഷ് ആൻഡ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പേരുകൾ കൂടെ വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഹാഫ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാസ് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? നെയിമിൻ്റെ കൂടെ, ഹി, ഷീ, എവരിബഡി, സംബഡി, നോബഡി, അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. ഓക്കെ, എങ്കിൽ നമുക്കൊരു പാസേജിൽ ഹാവും ഹാസും യൂസ് ചെയ്ത് നോക്കാം. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് വിത്ത് ഹാവ് ഓർ ഹാസ്. ഹാവോ ഹാസോ ഉപയോഗിച്ച്
പാസേജ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഡാഷ് സോ മച്ച് ഫൺ ഈറ്റിംഗ് യമി ഫ്രൂട്ട്സ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾസ് എവരി ഡേ. അവിടെ എന്തെഴുതും? ഐ കഴിഞ്ഞാൽ ഹാവ് യൂസ് ചെയ്യുള്ളൂ അല്ലേ. വി ഡാഷ് ടു പ്ലേ ആക്റ്റീവ് ഗെയിംസ് ടു മേക്ക് അവർ ബോഡി സ്ട്രോങ്. വി കഴിഞ്ഞാൽ എന്തേ യൂസ് ചെയ്യുള്ളൂ? ഹാവേ യൂസ് ചെയ്യുള്ളൂ, പ്ലൂറൽ ആണ് അല്ലേ, അതുകൊണ്ട് ഹാവ്. മൈ ഫ്രണ്ട് മിയ ഡാഷ് എ സൂപ്പർ പവർ ബിക്കോസ് ഷീ ഡ്രിങ്ക്സ് ലോട്ട് ഓഫ് വാട്ടർ. അപ്പോ എന്താണ്? മിയ കഴിഞ്ഞാല് ഒരു പേര് വന്നു കഴിഞ്ഞാൽ ഹാസേ യൂസ് ചെയ്യുള്ളൂ. മൈ ബ്രദർ പാൽ ഡാഷ് എ ഗുഡ് ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ബെഡ് ഏർലി. പാൽ എന്നത് അവിടെ ഒരു പേരാണ്, അപ്പോൾ നെയിം കഴിഞ്ഞാൽ ഹാസേ യൂസ് ചെയ്യുള്ളൂ. ദേ ഡാഷ് ഫൗണ്ട് ദാറ്റ് ദീസ് ഹെൽത്തി ചോയ്സ് മേക്ക് us ഫീൽ ഗ്രേറ്റ് ആൻഡ് സ്ട്രോങ്. ദേ പ്ലൂറൽ ആണ്, അപ്പൊ അത് കഴിയുമ്പോൾ ഏത് യൂസ് ചെയ്യും? ഹാവ് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ എഴുതാമല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 അഡ്വർടൈസ്മെന്റ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ ഒരു പരസ്യം തന്നിട്ടുണ്ട്, നോക്കൂ. JSR ഫ്രൂട്ട് ഷോപ്പ്. JSR ഫ്രൂട്ട് ഷോപ്പിന്റെ പരസ്യമാണ്. ഫോർ ആൾ ടൈപ്പ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്. എല്ലാ ടൈപ്പ് ഫ്രഷ് ഫ്രൂട്ട്സും കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഫ്രഷ് ആൻഡ് ഡെലീഷ്യസ്. ഫ്രഷ് ആണ്, രുചികരവുമാണെന്ന് പറയുന്നുണ്ട്. ഷോപ്പ് നമ്പർ 12 മാർക്കറ്റ് റോഡ്, പാലക്കാട് ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കണം. ദ വില്ലേജേഴ്സ് ലേൺ ദാറ്റ് ഷെയറിംഗ് ഓഫ് ഫുഡ് ഈസ് ഇമ്പോർട്ടന്റ്. ഗ്രാമീണർക്ക് മനസ്സിലായി ഫുഡ് ഷെയർ ചെയ്യുന്നത് വളരെ വലിയ കാര്യമാണെന്ന്. ദേ ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് എ ഫ്രീ ഫുഡ് കോർണർ ഇൻ ദ വില്ലേജ്. അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രാമത്തിൽ ഒരു ഫ്രീ ഫുഡ് കോർണർ തുടങ്ങാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ദേ വാണ്ടഡ് എനിവൺ ടു നോ അബൌട്ട് ഇറ്റ്. Make an advertisement for the opening of a free food corner. Prepare a digital advertisement for the same. ഗ്രാമത്തിൽ ഫ്രീ ഫുഡ് കോർണർ തുടങ്ങുന്നതിനെ കുറിച്ച് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഒരു പരസ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഡിജിറ്റൽ പരസ്യം നിങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, നേരത്തെ കാണിച്ചതുപോലെ. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്ക് കുറെ ഫുഡിന്റെ ചിത്രങ്ങൾ കൂടി വയ്ക്കാവുന്നതാണ്. ചിത്രങ്ങൾ കൂടി വരച്ചു ചേർക്കുക. ഫ്രീ ഫുഡ് കോർണർ, ഹെൽത്തി ഫ്രഷ് ഹോം മെയ്ഡ് ഫുഡ്, അബ്സല്യൂട്ട്ലി ഫ്രീ ഫോർ എനിവൺ ഇൻ നീഡ്, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, ജസ്റ്റ് ലവ്, കെയർ ആൻഡ് കൈൻഡ്നസ്. ലൊക്കേഷൻ, ടൈം, ഓപ്പണിംഗ് ടൈം എല്ലാം തന്നിട്ടുണ്ട്. ഫോർ ദ ഹംഗ്രി, ഫോർ ദ ട്രാവലേഴ്സ്, ഫോർ എനിവൺ ഈസ് നീഡ്, കം ഈറ്റ് വിത്ത് ഡിഗ്നിറ്റി, ലെറ്റ്സ് ബിൽഡ് എ വില്ലേജ് വെയർ നോ വൺ സ്ലീപ്സ് ഹംഗ്രി. നിങ്ങൾ പരസ്യം തയ്യാറാക്കുമ്പോൾ ഇതിൽ നിന്നും ഇഷ്ടമുള്ള സെന്റൻസുകൾ എടുത്ത് കുറച്ച് ഭക്ഷണത്തിന്റെ പടങ്ങൾ കൂടി വരയ്ക്കുക, ചിത്രങ്ങൾ കൂടി വരച്ച് ചേർത്ത് വേണം അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാൻ. ചെയ്യുമല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 8 ലെറ്റ്സ് മേക്ക് എ കേക്ക്. കേക്ക് ഉണ്ടാക്കാം. ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക്? നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ? ഹിയർ ദ സ്റ്റെപ്പ് ടു മേക്ക് എ കേക്ക്. ഒരു കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ കറക്റ്റ് ഓർഡർ ടു മേക്ക് എ ഡെലീഷ്യസ് കേക്ക്. രുചികരമായ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ട സ്റ്റെപ്പുകൾ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പിക്ചർ നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പിക്ചർ നോക്കൂ. ടേക്ക് 3 കപ്പ് ഓഫ് ഫ്ലോർ, 3 egg, ഷുഗർ, മിൽക്ക് ആൻഡ് ഹാഫ് കപ്പ് ഓഫ് ബട്ടർ. എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3 കപ്പ് മാവ്, 3 മുട്ട, ഷുഗർ വേണം, മിൽക്ക് പാല് വേണം, പിന്നെ ബട്ടർ വെണ്ണ ഒരു ഹാഫ് കപ്പ് വേണം. സെക്കൻഡ് പിക്ചർ ഡെക്കറേറ്റ് ദ കേക്ക്. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നു. തേർഡ് പിക്ചർ പോർ ഔട്ട് ദ ഡോ. കുഴമ്പ് രൂപത്തിലുള്ള മാവ് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുന്നു. ഫോർത്ത് പിക്ചർ ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സ്ചർ. എന്തൊക്കെ ആഡ് ചെയ്യുന്നു? പഞ്ചസാര, പാല്, വെണ്ണ ആ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫിഫ്ത്ത് പിക്ചറിൽ എന്താണ്? ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവൻ. ഓവനിൽ വെച്ച് കേക്ക് ബേക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ആഡ് എഗ് ആണ് അടുത്ത ചിത്രത്തില്. മുട്ട ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പിക്ചർ മിക്സ് ദ ഫ്ലോർ. മാവ് മിക്സ് ചെയ്യുന്നു. അതാണ് അടുത്ത ചിത്രത്തില്. ഇതിനെ നമുക്ക് ഓർഡറിലാക്കണം. ഓർഡറിലാക്കി ഒന്ന് എഴുതിയാലോ? ടേക്ക് 3 cups ഓഫ് ഫ്ലോർ എന്നവിടെ തന്നിട്ടുണ്ട്. 3 കപ്പ് മാവ് എടുക്കാൻ. 3 eggs, ഷുഗർ ആൻഡ് മിൽക്ക് ആൻഡ് ഹാഫ് കപ്പ് ഓഫ് ബട്ടർ. Then add eggs, add sugar, milk and butter to the mixer. Next mix the flour. അടുത്ത് എന്താണ്? pour out of the dough. Next bake the cake in the oven. Next decorate the cake. ഇതാണ് അതിന്റെ ഓർഡർ. എങ്കിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. ആക്ടിവിറ്റി 9 അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി. അവിടെ കുറച്ച് ലെറ്റേഴ്സുകൾ തന്നിട്ടുണ്ട്. അത് ഓർഡറിനല്ല തന്നിരിക്കുന്നത്, അതിനെ ഓർഡറിനാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഏതാണ്? സ്മോൾ. സെക്കൻഡ് കോട്ടേജ്. തേർഡ് നത്തിങ്. ഫോർത്ത് ടൂൾ. ഫിഫ്ത്ത് ഹംഡ്. അല്ലേ? എല്ലാ വേർഡ്സിന്റെയും ഒരു കോളം റെഡ് കളറിൽ കാണാമല്ലോ.
അത് നമുക്ക് അവസാനം ഒരു വേർഡ് ഉണ്ടാക്കാൻ വേണ്ടി വേണം. അപ്പോൾ അത് നോക്കി വെക്കണം നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഏത് വേർഡാണ് കിട്ടുന്നത് ആ ലെറ്റേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ? ഡെലീഷ്യസ്, അടുത്തത് ഒണിയൻ, അടുത്തത് ഏതാണ്? അയ്യന്, അടുത്തത് പോക്കറ്റ്. സെലക്ട് ദ ലെറ്റേഴ്സ് ഫൗണ്ട് ഇൻ ദ റെഡ് ബോക്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. എല്ലാ ബോക്സിലും ഓരോ കോളം എന്തുണ്ടായിരുന്നു? റെഡ് കളറിലുണ്ടായിരുന്നു. അതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോൺ സൂപ്പ് എന്ന് കിട്ടും. അതവിടെ എഴുതാം. അപ്പോൾ ദ സ്റ്റോൺ സൂപ്പ് എന്ന ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് 9 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ആക്ടിവിറ്റീസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.